സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. എന്നാൽ ഞാൻ മാത്രം ജീവിക്കാൻ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലങ്ങൾക്കുള്ള സൊല്യൂഷൻ സൂയിസൈഡ് ആണെന്ന് കരുതി. പക്ഷെ പിന്നീടാണ് അതൊരു പ്രോബ്ലമാണെന്ന് മനസ്സിലായത്. അത് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഗെയിം ജയിക്കണം. ലാസ്റ്റ് മിനിറ്റ്, ലാസ്റ്റ് ഹോപ്പ്. ജയിച്ചാൽ ജീവിക്കാം, തോറ്റാൽ മരണം എന്നെ തൊടുകയില്ല. കാരണം ഐ ആം ഓൾറെഡി ഡെഡ്. ശിഷ്യ, അച്ഛ പറഞ്ഞാൽ കുറുത്ത യുഗത്തിന്റെ അധിപൻ എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ? ധർമ്മത്തിനെ 4 പാതയിലും നടത്തുന്നതായിരിക്കും പ്രഭു. ത്രേത, അച്ഛ, നിന്റെ കാര്യങ്ങൾ പറയൂ. ധർമ്മത്തിന് മാത്രമായി 3 വഴിയും അധർമ്മത്തെ വേറൊരു വഴിയിലൂടെയും നടത്തുവച്ച. ദ്വാപര, അച്ഛ, നീ എന്താ ചെയ്യാൻ പോകുന്നേ? 2 പാതയിൽ ധർമ്മവും 2 പാതയിൽ അധർമ്മവും നടത്തുന്നതായിരിക്കും അച്ഛ. കലി, കലി, എന്താ ഇത്? നീ എന്താ നഗ്നനായിരിക്കുന്നേ? എന്റെ യുഗത്തിൽ നടക്കുന്ന ഇതൊക്കെയാ. ധർമ്മത്തെ സത്യത്തിൻ്റെതായ ഒരേ പാതയിൽ നടത്തുന്നു. എന്തിനു വേണ്ടി? അതിന് കാരണം നിങ്ങളായി തീരണമെന്ന് വിചാരിച്ച കുറെ മനുഷ്യർ കൃതയുഗത്തിൽ തപസ്സിരുന്നു, ത്രേതായുഗത്തിൽ യജ്ഞമിരുന്നു, ദ്വാപരയുഗത്തിൽ അവരുടെ ദാനകർമ്മങ്ങൾ അവരെ ഐക്യപ്പെടുത്തി. പക്ഷേ എന്റെ കലിയുഗത്തിൽ മാത്രം ആശകളെ നിരാശയാക്കൽ മാത്രമാണ് പോംവഴി. അത് ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു പാതയാണ്. എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? മൂഡ് പോയാൽ പിന്നെ എങ്ങനെയല്ലാതെ? ചാടി കളിച്ച് നടക്കാൻ പറ്റും? ഒന്ന് പോടാ. ദൈവം എന്നുള്ളത് സത്യമാണ്, ശാസ്ത്രം എന്നുള്ളതും സത്യമാണ്. ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം സത്യമാണ്, അതിന് മാറ്റമില്ല. നമ്മൾ കാണുന്നതിൽ എല്ലാത്തിലും ഒരു സത്യമുണ്ടാകും. നമ്മുടെ കാഴ്ചപ്പാടുകളാണ് അതിനെ വേർതിരിക്കുന്നത്. നമ്മുടെ ശരീരം വിട്ടുപോകുന്ന ആത്മാവ്. ആടുകൾ കൂട്ടത്തിൽ കൂടും. ആടെന്ന് വെച്ചാൽ ആരാ? അത് നമ്മള്.
ദൈവം എല്ലാരും ഇങ്ങനെ നോക്കുകയല്ലേ, അല്ലാതെ വേറെ പണിയൊന്നുമില്ലേ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന രമേശ്, ബാനു, സിറീഷ്, ഉദയ്ക്ക് അവരുടെ ഫ്രണ്ട്സും ഫാമിലിയും ജന്മദിന ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. എന്താ നിങ്ങളുടെ തീരുമാനം? നിങ്ങളുടെ അഭിപ്രായത്തിൽ യാതൊരു മാറ്റവും ഇല്ലല്ലോ. അത് ജനിച്ചപ്പോഴേ വന്ന ക്വാളിറ്റിയാ വേദ, മാറ്റാൻ നോക്കിയാലും മാറില്ല. വേദ, നമ്മുടെ സമുദായം വളരെ മോശമാണ് മോനെ. നന്മയും തിന്മയും വാലും തലയും പോലെ അടുത്തടുത്ത മോനെ ഉള്ളത്. എന്നാ വാലിനറിയില്ല തലയുള്ളത്. തലയാണെങ്കിൽ ഉള്ള കാര്യം വാലിനെ അറിയിക്കൂല. എനിക്ക് നിന്റെ അച്ഛന്റെ സ്വത്തിന്റെ പങ്ക് മാത്രമല്ല, നിനക്ക് അവകാശപ്പെട്ട സ്വത്തിന്റെ പങ്ക് കൂടി എനിക്ക് വേണം. ചേട്ടാ, ബിസിനസ് ലോണിന്റെ ഗ്യാരണ്ടിക്ക് വേണ്ടി എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു. സർ, ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം എല്ലാരും ഇത് തന്നെയാ പറയുന്നത്. ഞാനൊന്നും ചെയ്തില്ല സർ. പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വാ. വരാൻ. സോറി സർ, നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞു. നിങ്ങൾ ഒപ്പിട്ട അഗ്രിമെന്റ് പ്രകാരം നിങ്ങളുടെ സ്ഥലം ഇനി ബാങ്കിൻ്റെതാ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, എന്നിട്ട് കേട്ടായിരുന്നോ? നമ്മുടെ നല്ല സ്വഭാവം ഇക്കാലത്ത് മനസ്സിലുണ്ടായാൽ മതി. ജീവിതത്തിൽ വന്നാൽ പിന്നെ നശിച്ചു പോവും. അച്ഛാ, അതങ്ങനെയൊന്നുമല്ല അച്ഛാ. അത് വേദ, എന്താ ഇത്? നീ എവിടെ പോകുന്നേ? നിങ്ങളെ പോലെ എനിക്കും എന്റേതായ തീരുമാനമുണ്ട്. ഡോണ്ട് ബി ഫൂളിഷ് വേദ. ഇതൊക്കെ എന്റെ പ്രശ്നം പോലെയാണല്ലോ നീ എന്താ സംസാരിക്കുന്നത്. അല്ലേ? ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നെ കൊണ്ടിരി പറ്റില്ല. അറ്റ്ലീസ്റ്റ് കുഞ്ഞിനെ ഓർത്തെങ്കിലും ഒന്ന് നിൽക്ക്. അതോർത്ത് തന്നെയാ പോകുന്നേ. നിങ്ങൾ നല്ലൊരു മനുഷ്യനായിരിക്കാം, പക്ഷെ കുടുംബം മാനേജ് ചെയ്യാൻ അറിയില്ല. വർഷം കൊണ്ടെടുത്ത തീരുമാനങ്ങൾ മാറുമ്പോൾ 20 വർഷത്തിന് ശേഷം എന്തൊക്കെ സംഭവിക്കും?